ാണ് പറയുന്നത്. പടച്ചവനെ, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയോ? നല്ല ചുണക്കുട്ടികൾ ഈ വീടിന്റെ അകത്തുണ്ടാകുന്നത്, ഈ വീടിന്റെ അകത്ത് നല്ല ചെറുപ്പക്കാരുണ്ടാകുന്നത് ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോ ആരാ പറയുന്നത്? പടച്ചവനെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങൾ ആരാണെന്നറിയോ? ഉമർ തങ്ങൾ ആരാണെന്നറിയോ? ഉമർ തങ്ങൾ വരുന്ന വഴിയിലൂടെ പോലും ശപിക്കപ്പെട്ട ഇബ്ലീസിന് വരാ പേടിയാ. ഉമർ തങ്ങൾ വരുന്ന വഴിയിലൂടെ പോലും ഇബ്ലീസ് കടന്നു വരൂല. പടച്ചവനെ, ഉമറിനെ ഇബ്ലീസിന് വല്ലാത്ത പേടിയാണ്. ആ ചുണക്കുട്ടിയായ ഉമർ തങ്ങളാണ് പറയുന്നത്. അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു, ഇതുപോലെയുള്ള ചെറുപ്പക്കാർ ഈ സമുദായത്തിൽ ഉണ്ടാകുന്നതാണ് എനിക്ക് വല്ലാത്ത ഇഷ്ടമെന്ന് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, ഈ ചെറുപ്പക്കാരാ, അവരാരാണെന്ന് നിനക്കറിയുമോ പൊന്നുമോനെ? അവരാരാണെന്ന് നിനക്കറിയോ? നീ അവരുടെ ചരിത്രങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സമാധാനിപ്പിച്ച അടിമകളാണവര്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ 114 അധ്യായങ്ങൾ, 6600 പരം വരുന്ന ആയത്തുകള്, ആ വിശുദ്ധമായ ഖുർആനിലൂടെ കണ്ണോടിച്ചു നോക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അടിമകളെ സമാധാനിപ്പിക്കുകയാണ്. ചില അടിമകളെ അല്ലാഹു സമാധാനിപ്പിക്കുകയാണ്. ആ അടിമകൾ ആരാണെന്നറിയോ? ആ അടിമകളിൽപ്പെട്ട ഒരു സ്വഹാബിയാണ് മഹാനായ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു. പഠിക്കണം ചെറുപ്പക്കാരാ, ആരാ അബൂ ഉബൈദ എന്നറിയോ? ആരാ അബൂ ഉബൈദ എന്നറിയോ? പടച്ചവനെ, ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുകയാ. ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുമ്പോ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയാണ്. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലാണ് അബൂ ഉബൈദ ഉള്ളത്. പക്ഷേ രണാങ്കണത്തിൽ യുദ്ധം നടക്കുകയാ. ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുമ്പോ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയാണ്. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലാണ് അബൂ ഉബൈദ ഉള്ളത്. പക്ഷേ തന്റെ പ്രിയപ്പെട്ട പിതാവ് ജറാഹു ശത്രുവിന്റെ ഭാഗത്താ. പടച്ചവനെ, അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ, ബദറിന്റെ രണാങ്കണത്തിലൂടെ യുദ്ധം നടക്കുമ്പോ ഒളിച്ചൊളിച്ച് നടക്കുകയാണ്. ഒളിച്ചൊളിച്ച് നടക്കുകയാണ്. എന്തിനാണ് ഒളിച്ച് നടക്കുന്നതെന്നറിയോ? എതിർഭാഗത്ത് നിൽക്കുന്നത് പിതാവാണ്, ശത്രുവിന്റെ ഭാഗത്ത് നിൽക്കുന്നത് പിതാവാണ്. വാപ്പയും മകനും കൂടെ പരസ്പരം യുദ്ധം ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഉബൈദ എന്ന് പറയുന്ന തന്റെ പൊന്നാര മകൻ ഇങ്ങനെ പതിട്ട് മിണ്ടാതെ നിൽക്കുകയാണ്. പിന്നെയും പടച്ചവന്, നീ പിഴച്ചുണ്ടായവനാടാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകനോട് ചീത്ത പറയുകയാണ്. എന്തെല്ലാം പറഞ്ഞിട്ടും ആ സ്വഹാബി അനങ്ങുന്നില്ല. എന്തൊക്കെ പറഞ്ഞിട്ടും തന്റെ പൊന്നാര മകൻ അനങ്ങുന്നില്ല. അവസാനം ആ പിതാവിനറിയാ, ഇനി എന്റെ പൊന്നുമോൻ ഇറങ്ങണമെങ്കിൽ അവനെ പറഞ്ഞു, അവന്റെ ഉമ്മയെ പറഞ്ഞു, അവൻ ജാരസന്തതിയാണെന്ന് പറഞ്ഞു, അവന് വഴിപിഴച്ചുണ്ടായതാണെന്ന് പറഞ്ഞു. എന്തു പറഞ്ഞിട്ടും തന്റെ പൊന്നാര മകൻ അനങ്ങാതെ വന്നപ്പോ വാപ്പയ്ക്കറിയാം, ഇനി അവൻ ഇറങ്ങി വരണമെങ്കിൽ ഇനി ഒരാളെ പറഞ്ഞാലേ അവൻ ഇറങ്ങി വരൂ. അങ്ങനെ വാപ്പ ആരെ കുറിച്ചാ പറയുന്നതെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ എവിടെന്ന് മോശമായി പറയുകയാണ്. നബി തങ്ങൾ അങ്ങനെ മോശമായി പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ പറയുന്നത് കേട്ടപ്പോ അതാ തന്റെ പ്രിയപ്പെട്ട പിതാവ് പറയുന്നത് സഹിക്കുന്നില്ല. സ്വഹാബത്ത് പറയുകയാണ്, അബൂ ഉബൈദയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. ഉമ്മയെ പറഞ്ഞപ്പോ, പടച്ചവനെ ചീത്ത പറഞ്ഞപ്പോ അനങ്ങാത്ത അബൂ ഉബൈദയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. കാരണം പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. നബി തങ്ങളെ പറയുന്നത് കേട്ടപ്പോ സ്വഹാബത്ത് പറയുകയാണ്, ചാടി ഇറങ്ങുക
ഇറങ്ങുകയാണ്, ചാടി ഇറങ്ങുകയാണ്. അല്പനേരമൊന്നും കാണുന്നില്ലടോ, അല്പനേരമൊന്നും അറിയുന്നില്ലടോ. കുറച്ച് കഴിയുമ്പോ ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് പോയി നിൽക്കുകയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അതാ പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ തലയുമായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ചെന്ന് സലാം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ മടക്കുന്നില്ല, നിബിതങ്ങൾ മിണ്ടുന്നില്ല. കാരണം പിതാവിന്റെ തലയെടുത്ത് കൊണ്ടുവന്ന് നിൽക്കുകയാണ്. പടച്ചവനെ പിതാവിന്റെ തലയെടുത്ത് കൊണ്ടുവന്ന് നിൽക്കുകയാണ്. നിബിതങ്ങളൊന്നും മിണ്ടുന്നില്ല. പിതാവല്ലേ പടച്ചവന്, സ്വന്തം ഉപ്പയല്ലേ പടച്ചവന്. അങ്ങനെ അതാ സ്വന്തം പിതാവിനെ കൊല്ലാൻ അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നില്ലല്ലോ പടച്ചവനെ. അങ്ങനെ പലരും പറയുന്നത് ഇസ്ലാം വളർന്നത് വളവാളുകൊണ്ടാണ്. അല്ലാഹുവിന്റെ ദീൻ പടച്ചവനെ അതാ പിതാവിന്റെ തലയെടുത്ത് ഒരു നിമിഷം നിബിതങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ഒരു നിമിഷം പതറിപ്പോയടോ, ഒരു നിമിഷം പതറിപ്പോയടോ, പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലടോ. അങ്ങനെ ഉപ്പയുടെ തലയെടുത്ത് കൊണ്ടുവന്ന സ്വഹാബി അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് നിന്ന് സലാം പറയുകയാണ്. നിബിതങ്ങളെ തലതിരിക്കുകയാണ്, നിബിതങ്ങളെ തലതിരിക്കുകയാണ്. ഒരു വട്ടം പറഞ്ഞു, രണ്ട് വട്ടം പറഞ്ഞു, മൂന്ന് വട്ടം പറഞ്ഞു. എന്നിട്ടും അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാരണം പിതാവിന്റെ തലയെടുത്ത് കൊണ്ടുവന്ന് നിൽക്കുകയാണ്. പടച്ചവനെ പിതാവിന്റെ തലയെടുത്ത് കൊണ്ടുവന്ന് നിൽക്കുകയാണ്. നിബിതങ്ങളൊന്നും മിണ്ടുന്നില്ല. പിതാവല്ലേ പടച്ചവന്, സ്വന്തം ഉപ്പയല്ലേ പടച്ചവന്. അങ്ങനെ അതാ സ്വന്തം പിതാവിനെ കൊല്ലാൻ അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നില്ലല്ലോ പടച്ചവനെ. അങ്ങനെ പലരും പറയുന്നത് ഇസ്ലാം വളർന്നത് വളവാളുകൊണ്ടാണ്. അല്ലാഹുവിന്റെ ദീൻ പടച്ചവനെ അതാ പിതാവിന്റെ തലയെടുത്ത് ഒരു നിമിഷം നിബിതങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ഒരു നിമിഷം പതറിപ്പോയടോ, ഒരു നിമിഷം പതറിപ്പോയടോ, പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലടോ. അങ്ങനെ ഉപ്പയുടെ തലയെടുത്ത് കൊണ്ടുവന്ന സ്വഹാബി അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് നിന്ന് സലാം പറയുകയാണ്. നിബിതങ്ങളെ തലതിരിക്കുകയാണ്, നിബിതങ്ങളെ തലതിരിക്കുകയാണ്. ഒരു വട്ടം പറഞ്ഞു, രണ്ട് വട്ടം പറഞ്ഞു, മൂന്ന് വട്ടം പറഞ്ഞു. എന്നിട്ടും അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സലാം അടക്കുന്നില്ല. ആ സ്വഹാബിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, ആ സ്വഹാബിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. വല്ലാതെ സങ്കടപ്പെടുകയാ, വല്ലാതെ പ്രയാസപ്പെടുകയാ. അങ്ങനെ സങ്കടത്തോടെ നിൽക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയുകയാ, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അസീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അടിമയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അടിമയെ സമാധാനിപ്പിക്കുകയാണ്, അടിമയെ സമാധാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ. എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? വാപ്പയുടെ തല വെട്ടാനല്ല, ശത്രുവിന്റെ തല മുറിക്കാനല്ല, വാളുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ വളർത്താനല്ല. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമം എന്തെന്നറിയോ? കൊലപാതകം എത്ര വലിയ പാപമാണെന്നറിയോ? പടച്ചവനെ, ഒരു മനുഷ്യനെ കൊല്ലുന്നത് ലോകത്തുള്ള സർവരെയും കൊല്ലുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിച്ച മതമാ. പിന്നെ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന് ചില അടിമകളുണ്ടടോ, അല്ലാഹുവിന് ചില അടിമകളുണ്ടടോ. ആ അടിമകൾക്ക് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്നത് കേട്ടാ, അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്നത് കണ്ട, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ നിസാരമാക്കുന്നതായി കണ്ട, അവർക്ക് സഹിക്കില്ലടോ. അവര് പ്രതികരിക്കുമടോ, ചിലപ്പോ അവര് പ്രസംഗിക്കുമടോ, അവര് പലതും വിളിച്ചു പറയുമടോ. കാരണം എന്തെന്നറിയോ? ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ.
അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു ഈമാൻ എഴുതി വെച്ചിരിക്കുകയാ. അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു ഈമാൻ എഴുതി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പലത് കാണുമ്പോഴും പല തെറ്റുകൾ ചെയ്യുമ്പോഴും മുഖം നോക്കാതെ വിളിച്ചു പറയുന്നത്. അത് ആലിമ് ചെയ്താലും, അത് ഹാജിയാര് ചെയ്താലും, അത് പള്ളിയിലെ ഇമാമു ചെയ്താലും പഠിച്ചവനെ അല്ലാഹുവിന്റെ ദീനിനെ മോശമാക്കുന്ന രീതിയിൽ പലതും നടക്കുന്നത് കാണുമ്പോ വിളിച്ചു പറയാറുണ്ടല്ലോ. എന്തിനാ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത്? അവര് മിണ്ടാതെ നടക്കുന്നല്ലോ. അവരും ആലിമീങ്ങളല്ലേ, അവരും തങ്ങന്മാരല്ലേ, അവരും സയ്യിദന്മാരല്ലേ. എന്തേ നിങ്ങൾ മിണ്ടാതെ നടക്കുന്നത്? നിങ്ങൾ മാത്രം എന്തിനാണ് വിളിച്ചു പറയുന്നത്? സഹോദരാ, ആ വിളിച്ചു പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അവരുടെ ഹൃദയത്തിൽ ഈമാൻ എഴുതി വച്ചിരിക്കുകയാ. അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഈമാൻ എഴുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് തെറ്റുകൾ കാണുമ്പോ പറയുന്നത്. അതുകൊണ്ടാണ് തെറ്റുകൾ കാണുമ്പോ പറയുന്നത്. അതാര് ചെയ്താലും പറയുമടോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വല്ലാത്ത കാലഘട്ടത്തിലാ ജീവിക്കുന്നത്. അനാചാരങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ഈ സമുദായത്തെ ഈ അനുയായികൾ തന്നെ നാണം കെടുത്തുകയാണ്. എന്തൊക്കെ പേക്കൂത്തുകളാണ്. ഇന്ന് വിവാഹത്തിന്റെ വേദികളിൽ നടക്കുന്നത് എന്താണ്? തെറ്റുതിരുത്താൻ ആളില്ലാതെ പോകുന്നടോ. തെറ്റുതിരുത്താൻ ആളില്ലാതെ പോകുന്നടോ. ഇന്ന് നിക്കാഹൊന്നും വേണ്ടല്ലോ. ഇന്ന് നിക്കാഹൊന്നും വേണ്ടല്ലോ. പടച്ചവനെ, നിക്കാഹൊക്കെ ഏറ്റവും അവസാനം നടക്കുന്ന ഒരു ചടങ്ങായി മാറുകയാണ്. പടച്ചവനെ, അതിനു മുമ്പ് തന്നെ എന്തെല്ലാം അനാചാരങ്ങൾ നടക്കുന്നു, എന്തൊക്കെ വൃത്തികേടുകൾ നടക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, തിരുത്താൻ ആരുമില്ലാതെ പോകുന്നടോ. തിരുത്താൻ ആരുമില്ലാതെ പോകുന്നടോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് കുടുംബത്തിലും ഒരു കാരണവനുണ്ടാകും. ഏത് കുടുംബത്തിലും ഒരു കാരണവനുണ്ടാകും. ഇതുപോലെ അനാചാരങ്ങൾ നടക്കുന്ന, ആർഭാട വിവാഹങ്ങൾ നടക്കുന്ന, അല്ലാഹുവേ, പള്ളിയിലെ ഖതീബൻ ഉസ്താദന്മാരെ കൊണ്ട് നിക്കാഹ് നടത്തും, തങ്ങന്മാരെ കൊണ്ട് നിക്കാഹ് നടത്തും. എന്നിട്ട് ആഡിറ്റോറിയത്തിന്റെ അകത്ത് നടക്കുന്ന പേക്കൂത്തുകൾ പറയാൻ കഴിയുന്നതല്ല. ആ ഉസ്താദ് പോലും സങ്കടപ്പെട്ടു പോകുന്ന, ആ നിക്കാഹ് നടത്തിയ തങ്ങൾ പോലും സങ്കടപ്പെട്ടു പോകുന്ന ദയനീയമായ അവസ്ഥയിലൂടെ ഈ സമുദായം കടന്നു പോകുമ്പോ സഹോദരാ, ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയോ? ഒരാളെങ്കിലും തിരുത്താൻ കാണുമടോ. ഏത് വീട്ടിലും ഒരാളെങ്കിലും കാണുമടോ. എന്നാൽ അങ്ങനെ ഒരു കാരണവന്, ഒരു വാപ്പയോ ഒരു ഉമ്മയോ ഇന്നത്തെ വീടുകളിന്റെ അകത്തില്ലാതെ പോകുന്നു. ഇന്നത്തെ കുടുംബങ്ങളിൽ ഇല്ലാതെ പോകുന്നു. പഠിച്ചവനെ, ഉള്ളവര് തിരുത്തുന്നില്ല. ഉള്ളവര് തിരുത്തുന്നില്ല. കാരണം പ്രായമുള്ള വാപ്പയോട് ചോദിക്കുന്നു, നിന്റെ മക്കളല്ലേ ഇത് കാണിക്കുന്നത്? നിന്റെ കൊച്ചുമക്കളല്ലേ ഇത് കാണിക്കുന്നത്? വാപ്പമാര് പറയുന്ന മറുപടി എന്തെന്നറിയോ? ഇന്ന് നിക്കാഹൊക്കെ ആർക്ക് വേണം? ഇന്ന് നിക്കാഹൊന്നുമില്ല. നിക്കാഹൊക്കെ ഏറ്റവും അവസാനമാണ് നിക്കാഹ്. എല്ലാം കഴിഞ്ഞിട്ട് അത് നാട്ടുകാരെ ബോധിപ്പിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ, തങ്ങന്മാരെ കൊണ്ടുവരും, സയ്യിദന്മാരെ കൊണ്ടുവരും, ഖതീബിനെ കൊണ്ടുവന്ന് നിക്കാഹ് നടത്തും. നിക്കാഹ് നടത്തിയിട്ട് അവരെ അങ്ങോട്ട് കൈമടക്കം കൊടുത്ത് വണ്ടി കയറ്റി വിട്ടുകഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ സമുദായത്തിന് നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ, ദീനിനെ വളരെ മോശമാക്കുന്ന രീതിയിൽ. ഞാൻ ചോദിക്കുന്നത്, ആ തെറ്റ് കണ്ട തിരുത്താൻ ഒരാള് പോലും, ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഈമാൻ എഴുതി വെച്ച ഒരാള് പോലും ആ കുടുംബത്തിൽ ഇല്ലാതെ പോകുന്നു. വാപ്പയോട് ചോദിച്ചാൽ പറയും, ഉസ്താദെ, ഞാൻ പറഞ്ഞാൽ അവരനുസരിക്കില്ല. ഇന്നെല്ലാരും ചെയ്യുന്നതല്ലേ, ഇന്നെല്ലാരും കാണിക്കുന്നതല്ലേ, ഞാൻ പറഞ്ഞാൽ അവരനുസരിക്കുന്നില്ല. വാപ്പ, നിനക്കൊരു ബാധ്യതയുണ്ടല്ലോ, നീ എന്താ ചിന്തിക്കാത്തെ? കാരണവൻ എന്ന് പറഞ്ഞാൽ ആരാ? പ്രായമുള്ള ആളെന്ന് പറഞ്ഞാൽ ആരാ? പ്രായമുള്ള ആൾക്ക് അല്ലാഹു ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതിന് തങ്ങളോ ആലിമോ പണ്ഡിതനോ മഹാനോ ആകണമെന്നില്ല. ഈ പ്രായമുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അള്ള കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട് നിനക്ക്. നമ്മുടെ കുടുംബത്തിൽ കാരണവന്മാരുണ്ടല്ലോ, ഈ ഇരിക്കണ പ്രായമുള്ള. ഞാൻ ചോദിക്കട്ടെ, പണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പ്രായമുള്ളവരുടെ മുമ്പിലൂടെ മുണ്ടുമടക്കി കുത്തി നമ്മൾ നടക്കൂല. പ്രായമുള്ളവരുടെ മുമ്പിൽ നിന്ന് വീടി വലിക്കൂല. പ്രായമുള്ളവരെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. പ്രായമുള്ള, അത് പാണക്കാട്ട് തങ്ങന്മാരാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാരാണോ, ആലിമ്യങ്ങളാണോ? അല്ല, ചില ഉപ്പാനെ കണ്ട എഴുന്നേൽക്കൂടോ. അത് ഇന്നും അങ്ങനെ തന്നെ.
ചിലരുടെ താടിയും തഴമ്പും അവരുടെ ആ ഒരു ഇത് കണ്ട ചിലപ്പോൾ അറിയാതെ എഴുന്നേറ്റ് ഓടിച്ചെന്ന് കൈ പിടിച്ചിട്ട് പറയും പൊരുത്തപ്പെടണം, ദുആ ചെയ്യണം. എടോ, അത് അള്ളാഹു കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമാണ്. പ്രായമുള്ളവർക്ക് ഒരു സ്ഥാനമുണ്ട്. എന്താ സ്ഥാനം? വാപ്പ, തെറ്റ് തിരുത്തേണ്ട ഉത്തരവാദിത്തം ഉസ്താദിന് മാത്രമുള്ളതല്ല, നിനക്കുണ്ട്. ഒരു തെറ്റ് നടക്കുന്നത് കണ്ടാൽ ആ തെറ്റ് തിരുത്താനുള്ള ബാധ്യത നിനക്കുണ്ട്. നീ ചിലപ്പോ പോയിട്ട് നിന്റെ മക്കളും നിന്റെ കൊച്ചുമക്കളും കൂടെ ഉടുതുണി ഉരിഞ്ഞിട്ട് ആടുന്നത് കാണുമ്പോ പോയിട്ട് തെറ്റാന്ന് പറഞ്ഞാ നിന്നെ ചിലപ്പോ അവിടെ നാട്ടിയിറക്കും, നിന്നെ പരിഹസിക്കും. പരിഹസിക്കട്ടെ, അതങ്ങനെ തന്നെ കണ്ടാ മതി. നിന്നെ കളിയാക്കും, നിന്നെ വേദനിപ്പിക്കും, ചിലപ്പോ നിന്നെ ഒറ്റപ്പെടുത്തും. വലിയ തങ്ങൾ വന്നിരിക്ക എന്ന് പറഞ്ഞിട്ട് നിന്നെ പരിഹസിക്കും. എന്നാ നിനക്കല്ല തരുന്ന പ്രതിഫലം അറിയോ? പറയാതിരുന്ന ശിക്ഷ, പറഞ്ഞ പ്രതിഫലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറ ഈമാൻ നൽകുമാറാകട്ടെ. നിന്റെ കുടുംബത്തിൽ വൃത്തികേട് നടക്കുന്ന സമയം നീ മിണ്ടാതെ ഇരുന്ന അതിന് വേറെയാ, അതിന് വലിയ ശിക്ഷയാ. എന്നാ നീ പോയിട്ട് ആ തെറ്റു തിരുത്തിയാൽ, അവര് നിന്നെ കളിയാക്കിയാലും അവരെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, നിന്റെ പെൺമക്കളും നിന്റെ മരുമക്കളും നിന്റെ മക്കളുമെല്ലാം വീടിന്റെ അകത്ത് കിടന്നിട്ട് അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്ന രീതിയിൽ പേക്കൂത്തുകൾ നടത്തുമ്പോ നീ ചെന്നിട്ട് ഇത് തെറ്റാണെന്ന് പറഞ്ഞ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിലെ രണ്ടാമത് മൂതുമല്ലോ. വേഗര പള്ളിയുടെ ഖബർസാലിൽ നിന്ന് ഞാനും നിങ്ങളും എഴുന്നേറ്റ് പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മലദ്വാരത്ത് കൊടികുത്തി വെച്ച് വരുന്നവർ, നാളെ ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കോടതിയില് ചെമ്പിന്റെ തറയിൽ നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ഈ കാണുന്ന ഈ വേദിയുടെ ചുറ്റുഭാഗത്ത് ജനങ്ങൾ വളഞ്ഞു നിൽക്കുന്നത് പോലെ അല്ലാഹുവിന്റെ സൈന്യം വളഞ്ഞു നിൽക്കുന്ന പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് കോടാനി കോടാനി വരുന്ന ജനങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ തെറ്റ് കണ്ടിട്ട് തിരുത്തിയ വാപ്പാ, തെറ്റ് കണ്ടിട്ട് തിരുത്തിയ ഉമ്മ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നബി തങ്ങൾ പറയുകയാണ്, ഹിസാബില്ലാതെ നാളെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന വിഭാഗം പറയുകയാണ്, ഹിസാബില്ലാതെ നാളെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന വിഭാഗമാ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയില് വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ അല്ലാഹു നിനക്ക് അവസരം തരുമെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, തെറ്റ് കണ്ടാ തിരുത്തണേ, തെറ്റ് കണ്ടാ തിരുത്തണേ. മിണ്ടാതെ നടക്കരുത്, മിണ്ടാതെ നടക്കരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അത് ഹൃദയത്തിന്റെ അകത്ത് ഈമാനുള്ളവർക്കുണ്ടാകുന്ന ഒരു യോഗ്യതയാണ്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി. കൈകൊണ്ട് തടയാൻ പറ്റുന്നത് കൈകൊണ്ട് തടയണേ. ഒറ്റ തെറ്റ് കാണുകയാണ്, കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടയ്, ഇല്ലെങ്കിലോ നിന്റെ നാവ് കൊണ്ട് തടയണേ, നിന്റെ നാവ് കൊണ്ട് പറയണേ. സഹോദരാ, നാവ് കൊണ്ട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ നിന്റെ ഹൃദയം കൊണ്ട് വെറുക്കുകയെങ്കിലും ചെയ്യണേ. സഹോദരാ, നീ ഒന്ന് വെറുക്കുകയെങ്കിലും ചെയ്യ. ഇതിനൊന്നും ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞ് നിനക്ക് ഇറങ്ങി പോകാമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവര്, തെറ്റ് കണ്ടാ പറയുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ? അത് എല്ലാവർക്കുമുള്ള സ്വഭാവമല്ല. അങ്ങനെ പറയുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടെങ്കിൽ അല്ലാഹുവേ, ഉലൈക കതബ ബി ഖുലൂബിഹിമുൽ ഈമാൻ. അല്ലാഹു ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ എഴുതി വച്ചിരിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു യോഗ്യതയാ. അതുകൊണ്ട് അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സമാധാനിപ്പിച്ച ഒരു സ്വഹാബിയാണ് മഹാനായ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ടാണ് ഉമർ തങ്ങൾ അവിടെന്ന് പറഞ്ഞത്, അതാണ് ഉമർ തങ്ങൾ അവിടെന്ന് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ സ്വഹാബിയാരാ?